ഇന്ന് നമുക്ക് പ്യുവർ ദേശി ടെസറിൽ വന്നിരിക്കുന്ന നല്ല അടിപൊളി കുറച്ച് കളർ കോമ്പിനേഷൻസിലൊക്കെ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻസും നല്ല ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. ഇത് വരുന്നത് പ്യുവർ ദേശി ടെസറിൽ വന്നിരിക്കുന്ന സാരീസാണ്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കിയാലോ ഇന്ന് വന്നിരിക്കുന്ന ഈ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഇന്ന് നമുക്ക് ഗീവ് എവേയുടെ ഒരു അനൗൺസ്മെൻറ്റാണ്. നമ്മൾ കുറേ നാളായിട്ട് ഗീവ് എവേ നിർത്തിവെച്ചിരിക്കുകയായിരുന്നു, കുറേ തിരക്കുകളൊക്കെ വന്നതുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗീവ് എവേ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റ് സെപ്റ്റംബർ 1 ഇതിൻ്റെ അനൗൺസ്മെൻറ്റ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയും മാത്രമേ ഉള്ളൂ. എയിൻസ് ബൊട്ടിക്കിൻ്റെ പേജ് ഫോളോ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്തതിന് ശേഷം നമ്മുടെ വീഡിയോയുടെ താഴെ ഷെയർ ചെയ്തു എന്നുള്ള കമൻറ്റും ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് നമ്മൾ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൊക്കേഡ് സാരീസ് നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും. സെപ്റ്റംബർ 1 നറുക്കെടുപ്പ്. അപ്പോൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു. ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു സേജ് ഗ്രീൻ കളറിൽ വന്നിരിക്കുന്ന സാരിയാണ്. ഇത് പ്യുവർ ദേശി ടെസറാണ്. 8950 റേഞ്ചിൽ വരുന്ന സാരീസാണ്. നമുക്ക് ഷോപ്പിലും എല്ലാം ഒത്തിരി മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ ഇവിടുത്തെ പ്യുവർ ദേശി ടെസർ സാരീസ്. അപ്പം നല്ല ബ്യൂട്ടിഫുൾ സാരീസും നല്ല ഉടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലും ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന മെറ്റീരിയലുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെയുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്ക്. അതുകൂടാതെ അതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോഴാണെങ്കിലും നമുക്ക് ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡ് വരുമ്പം സ്ലീവ് എൻഡിൽ ഈ ഒരു സെയിം കോമ്പിനേഷനിൽ തന്നെ ഈ ഒരു ഡിസൈനിലുള്ള വർക്ക് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും വന്നിട്ടുണ്ട്. ഇനി ഫസ്റ്റ് സാരി ഞാൻ എല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിക്കാം. അപ്പം അടുത്ത സാരി മുതൽ പിന്നെ കളർ നോക്കിയാൽ മതി. പാറ്റേൺ എല്ലാം സെയിം ആയിരിക്കും. ഇങ്ങനെ വന്നിട്ട് പിന്നെ നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ ഹാഫിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഉടുത്ത് വരുമ്പോൾ കാണുന്ന ഭാഗത്തെല്ലാം ഈ വർക്ക് ഉണ്ടാവും. 8950. നമ്മളെല്ലാ സാരീസിനും നമ്പർ ഇട്ടിട്ടുണ്ട്. ഇത് സാരി നമ്പർ 1 ആണ്. സാരി നമ്പർ 1 ഒരു സേജ് ഗ്രീൻ ഷെയ്ഡ്. അടുത്തത് വരുന്ന സാരി നമ്പർ 2. സാരി നമ്പർ 2 വരുമ്പോൾ ഇതേപോലെ ഒരു പർപ്പിൾ ഷെയ്ഡ്. ഇതിപ്പോൾ എല്ലാം ഇനി അതേപോലെ ആട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇതേപോലെ കാണിച്ചു തരാം. സാരി നമ്പർ 2. സാരി നമ്പർ 2. മുന്താണിയൊക്കെ വരുമ്പോൾ ഇതേപോലെയാണ്. ആദ്യം കാണിച്ച അതേ പാറ്റേണിൽ തന്നെയാണ് മുന്താണി വരുന്നത്. ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലും വർക്ക് ഉണ്ടാവും. അപ്പം ഞാൻ എല്ലാത്തിൻ്റെയും അങ്ങനെ കാണിക്കുന്നില്ല. ടാസൽസ് ഒക്കെ കെട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിൽ വർക്ക് ഇങ്ങനെ വരും. സാരി നമ്പർ 2. ടസർ സാരീസ് നമുക്ക് ഏത് ഒക്കേഷനും ഉപയോഗിക്കാം. അല്ലാതെ ഇപ്പോൾ നമുക്കൊരു ഓഫീസിലൊക്കെ ഒരു ഒഫീഷ്യൽ ഫംഗ്ഷന് പോകുമ്പോൾ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം. നമുക്ക് സിൽക്ക് സാരീസ് പോലെയല്ല. അടുത്തത് വരുന്ന സാരി നമ്പർ 3 ഒരു പർപ്പിൾ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഗ്രേ ടോൺ. പർപ്പിൾ ബ്ലെൻഡ് ഗ്രേ. സാരി നമ്പർ 3. സാരി നമ്പർ 4 വരുമ്പോൾ അഗെയിൻ ഒരു പേസ്റ്റൽ ഗ്രീൻ ടോൺ. സാരി നമ്പർ 4 ഒരു പേസ്റ്റൽ ഗ്രീൻ. ഒരു പേസ്റ്റൽ ഗ്രീൻ. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആട്ടോ ഇതെല്ലാം. പേസ്റ്റൽ ഗ്രീൻ. സാരി നമ്പർ 4. സാരി നമ്പർ 5 വരുമ്പോൾ നമ്മുടെ ദേശി ടെസറിൻ്റെ ബേസ് കളർ വന്നിട്ട് ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ. ഒരു ഒലിവ് ഗ്രീൻ ആൻഡ് ലൈറ്റർ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന സാരി. സാരി നമ്പർ 5. ടസറിൻ്റെ ബേസ് കളറാണ്. ഇപ്പോൾ ഒരു ഓണത്തിനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉടുക്കാൻ പറ്റും. നല്ല സാരിയാണ്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ നല്ലൊരു യെല്ലോ ഷെയ്ഡ്. സാരി നമ്പർ 6 നല്ല ബ്യൂട്ടിഫുൾ ഒരു യെല്ലോ ഷെയ്ഡ്. ഒരു മസ്റ്റാർഡ് ഗോൾഡൻ ബ്ലെൻഡ് ആയിട്ടുള്ളൊരു യെല്ലോ. സാരി നമ്പർ 6. ഇങ്ങനെ ഓവറായിട്ട് നിൽക്കുന്ന യെല്ലോ അല്ല കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണിയിലെ ഡിസൈൻ വരുന്നത്. സാരി നമ്പർ 6. സാരി നമ്പർ 7 വരുമ്പോൾ നല്ലൊരു ചില്ലി റെഡ് ടോൺ. ബ്യൂട്ടിഫുൾ ഷെയ്ഡ്. നല്ലൊരു ചില്ലി റെഡ്.
നല്ല ഷെയ്ഡാട്ടോ. സാരി നമ്പർ 7. സാരി നമ്പർ 8. ഇതേ സാരി നമ്പർ 8. ഒരു എന്താ ഒരു ബേൺഡ് ഓറഞ്ചും ബ്രിക്കും കൂടെയൊക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 8. എക്സാക്റ്റ് ബ്രിക്കും അല്ല, എന്നാൽ എക്സാക്റ്റ് ഓറഞ്ചും അല്ല, രണ്ടും കൂടെ ചേർന്ന് വരുന്ന പോലുള്ളൊരു ഷെയ്ഡ്. സാരി നമ്പർ 8. എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ്. സാരി നമ്പർ 9. ഇതേ ടസറിൻ്റെ ബേസ് കളറിൽ തന്നെ പർപ്പിളിൻ്റെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിൽ വന്നിരിക്കുന്ന സാരി. സാരി നമ്പർ 9. ഒരു ഫങ്ഷൻ എടുക്കണമെങ്കിൽ എടുക്കാം, അല്ല നമുക്ക് ഒരു ഹോളി കമ്മ്യൂണിയൻ, ബാപ്റ്റിസം, ഹൗസ് വാമിങ്, അല്ലാതെ എവിടെയെങ്കിലും നമുക്കൊന്ന് പ്രത്യേകമായിട്ട് ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ അങ്ങനെ എല്ലാം ഇതിനും പറ്റുന്ന ഒരു സാരിയായിട്ട് ടസർ സാരീസ് എന്ന് പറയുമ്പോൾ. അടുത്ത് വരുന്ന സാരി നമ്പർ 10. 10 വരുമ്പോൾ യെല്ലോ. സാരി നമ്പർ 10. സാരി നമ്പർ 11. 11 വരുമ്പം ഒരു ബേജ് ആൻഡ് ബ്രൗൺ ഒരു കോമ്പിനേഷൻ. സാരി നമ്പർ 11. ലൈറ്റ് വെയ്റ്റ് സാരി ഇഷ്ടമുള്ളവർക്ക് നല്ലതാട്ടോ ഇതൊക്കെ. നമുക്കിങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇത് സാരി ഉടുക്കുമ്പോൾ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള സാരീസാണ്. സാരി നമ്പർ 11. സാരി നമ്പർ 12. 12 വരുമ്പോൾ എഗെയിൻ ഒരു പേസ്റ്റൽ ഗ്രീൻ. സാരി നമ്പർ 12 ഒരു പേസ്റ്റൽ ഗ്രീൻ. സാരി നമ്പർ 13. എഗെയിൻ ടസറിൻ്റെ ബേസ് കളറിൽ നമുക്കൊരു ബേബി ബ്ലൂ ഷെയ്ഡിലൊക്കെ വന്നിരിക്കുന്ന എംബ്രോയ്ഡറി. സാരി നമ്പർ 13. സാരി നമ്പർ 14. ഗ്രേ ടോൺ. സാരി നമ്പർ 14 ഗ്രേ. ഒത്തിരി ഓവർ കോൺട്രാസ്റ്റ് കളേഴ്സ് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നല്ല ഷെയ്ഡായത്. ഏകദേശം ഒരു സെൽഫ് ടോണിൻ്റെയൊക്കെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണിൽ നിൽക്കും. സാരി നമ്പർ 14. സാരി നമ്പർ 15. 15 വരുമ്പോഴും നല്ലൊരു ഡിഫറെൻറ്റ് ഷെയ്ഡ്. ബേജ് ആണോയെന്ന് ചോദിച്ചാൽ എക്സാക്റ്റ് ബേജും അല്ല, അതിലും അല്പം കൂടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോൺ. അതിനകത്ത് ഒരു പീച്ച് പിങ്ക് കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന വർക്ക്. സാരി നമ്പർ 15. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. സാരി നമ്പർ 15. ബ്ലൗസിൻ്റെ സ്ലീവെൻ്റ് വരുമ്പോൾ ഇതാണ് ബ്ലൗസിൻ്റെ സ്ലീവെൻറ്റിലെ മാർക്ക് വരുന്നത്. സാരി നമ്പർ 15. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ദേശി ടസറിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. താങ്ക്